അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 26-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുൽ, റസൂലെ താങ്കൾ പറയുക, ഇന്നമൽ ഇൽമു, ആ അറിവ് മാത്രമാണ് ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ. വ ഇന്നമ അന, നിശ്ചയമായും ഞാൻ, നദീറുൻ, മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, മുബീൻ, വ്യക്തമായ. പരലോകം എന്നാണ് സംഭവിക്കുക എന്ന് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന മറുപടിയാണ് ഇത്. ഇന്നമ എന്ന പ്രയോഗം അറബിയിൽ ഒന്നിനെ മാത്രം കുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ഈ ആയത്തിൽ 2 തവണ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഇന്നമൽ ഇൽമു, പരലോകത്തിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. വ ഇന്നമ അന നദീർ, ഞാൻ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അന്ത്യനാളിൻ്റെ സമയം അറിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരമായതിനാൽ അതാർക്കും അള്ളാഹു പങ്കുവെക്കുകയില്ല, ആർക്കും പങ്കില്ല. എന്നാൽ പ്രവാചകൻ്റെ ചുമതല ഇത്രമാത്രമാണ്: അങ്ങനെ ഒരു അന്ത്യനാൾ വരാനിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുക. ഒരു കാര്യം എപ്പോൾ സംഭവിക്കും എന്ന് പറയലല്ല മുന്നറിയിപ്പുകാരൻ്റെ ജോലി, മറിച്ച് വ്യക്തമായി, മുബീനായി അത് സംഭവിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ടതില്ല എന്ന് പറയലാണ്. ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എത്രാമത്തെ മിനിറ്റിൽ മുങ്ങും എന്ന് ചോദിക്കുന്ന യാത്രക്കാരൻ അവിവേകിയാണ്. ക്യാപ്റ്റൻ അപകടം വരുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് രക്ഷപ്പെടാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവാചകത്വത്തിന് ചില അതിർവരമ്പുകളുണ്ട്. പ്രവാചകന്മാർക്ക് അദൃശ്യം അറിയുകയില്ല. അന്ത്യനാൾ അദൃശ്യകാര്യങ്ങളിൽ പെട്ടതാണ്. അത് പ്രവാചകന്മാരുടെ പരിധിയിൽപ്പെട്ടതല്ല, മലക്കുകളുടെ പരിധിയിൽപ്പെട്ടതല്ല. പ്രവാചകൻ അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറയുന്നത് ഖുർആൻ പ്രവാചകൻ്റെ സ്വയംകൃത വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ വെളിപാടാണ് എന്നതിൻ്റെ ഉന്നതമായ തെളിവാണ്. അറിയാത്ത കാര്യത്തിന് അറിയില്ല എന്ന് പറയുക എന്നതും വളരെ പ്രധാനമാണ്. എന്തെങ്കിലും പറഞ്ഞ് അറിയാത്ത കാര്യത്തിൽ ആളുകളെ വഴിതെറ്റിക്കാൻ പാടില്ല. തനിക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. മുബീനായ നദീറാണ് പ്രവാചകൻ. അങ്ങേയറ്റം വ്യക്തമായി യാതൊരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം വിശദീകരിച്ച് തരുന്ന ആൾ എന്നതാണ് മുബീൻ എന്നതിൻ്റെ ഉദ്ദേശം. അന്ത്യദിനം വരാനുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിയിക്കുക, ആ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിർവഹിച്ചിരിക്കുന്നു. ഒരാൾ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുമ്പോൾ അപകടം നടക്കുന്ന സെക്കൻഡോ മിനിറ്റോ ചോദിച്ച് തർക്കിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ്. എന്നാൽ അപകടം എന്തായാലും ഉറപ്പാണ് എന്നതിനാൽ താൻ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് അതിന് വഴി തേടുന്നവനാണ് ബുദ്ധിമാൻ. അന്ത്യദിനത്തിൻ്റെ സമയം രഹസ്യമാക്കി അള്ളാഹു വെച്ചത് മനുഷ്യൻ ആ സമയത്തെ ഭയപ്പാടോടെ ഏത് നിമിഷവും വരും എന്ന ചിന്തയോടെ കാണുകയും വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. അന്ത്യനാളിൻ്റെ സമയം മറച്ചു വെച്ചതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യർ എപ്പോഴും ജാഗരൂകരായിരിക്കുകയും നന്മകൾ ചെയ്യാൻ തിടുക്കം കൂട്ടുകയും ചെയ്യും. അന്ത്യനാൾ എന്നു വരും എന്ന് ചോദിച്ച് അന്ത്യനാൾ അസാധ്യമായ കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സത്യനിഷേധികൾക്ക്, പരലോക നിഷേധികൾക്ക് അള്ളാഹു നൽകുന്ന ഈ മറുപടി അവരെ ചിന്താശേഷിയിലേക്ക് തിരിച്ചുവിടുന്ന മറുപടിയാണ്. ചോദ്യത്തിൻ്റെ മുനയൊടിച്ച് എന്ന് വരും എന്നതല്ല, വരും എന്നതാണ് യാഥാർത്ഥ്യമെന്ന് കൃത്യമായി അള്ളാഹു വ്യക്തമാക്കുകയാണ്. ഇവിടെ അന്ത്യനാളിന് വേണ്ടി ഭൂമിയിലൂടെ ഒരുങ്ങി അവിടെ വിജയം പ്രാപിക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ വിജയം. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗപ്രവേശം സാധ്യമാവുകയും ചെയ്യുന്നുവോ അവരാണ് വിജയിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വിജയികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.